മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മിത്രമോ ശത്രുവോ ആയി ആരും ലോകത്തേക്ക് വരുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ മിത്രമായും ശത്രുക്കളുമാക്കുന്നത്. കർമ്മയാണ് ഏറ്റവും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സ്വന്തം ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരാതെ മറ്റുള്ളവരെ ഉപദേശിക്കരുത്. സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനും കഴിയില്ല. ഭക്തരെ, ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ടാകും. ആ കഥകളിൽ അവരുടേതായ ശരികളുണ്ട്. മറ്റാരും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കുറേ ശരികൾ. ഭക്തരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആദ്യം നന്ദിയുള്ളവരാവുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ആഗ്രഹിക്കുന്നത് എല്ലാം അതിവേഗം നേടാൻ അത് സഹായിക്കും. ഭക്തരെ, ദുഃഖങ്ങളുടെ കരകാണാക്കടൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകില്ല. നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും ദുഃഖവും സന്തോഷവും മാത്രം അനുഭവിക്കാൻ കഴിയില്ല. ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഭക്തരെ, ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. ഭക്തരെ, എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക. ഒരു കാര്യം മുഴുവനായും അറിയും മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി കൊളുത്തുന്ന ഒരു വിളക്ക് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നു. നിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും സ്നേഹമുള്ള ഒരു കുടുംബം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട്. ഭക്തരെ, മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങുന്നു. വിജയമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. മറ്റുള്ളവർ എന്തു പറയും, എന്തു കരുതും എന്നു കരുതി ജീവിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം. കാരണം ജീവിതം ഒന്നേയുള്ളൂ. അത് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നതായിരിക്കണം. ഭക്തരെ, ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്നേഹിച്ചവർക്കു വേണ്ടി തോറ്റുകൊടുക്കുന്നവരാണ്. അങ്ങനെ തോറ്റുപോയവരിൽ പലരും വീണ്ടും വീണ്ടും തോറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നില്ല. സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നത് വിശ്വാസക്കുറവും സംശയവുമാണ്. ഭക്തരെ, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നെല്ലാം നിങ്ങൾ പാഠങ്ങൾ പഠിക്കേണ്ടതാകുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്നത്. ഒരിക്കലും ആരിലും നിങ്ങൾ അടിമപ്പെട്ടു പോകാതിരിക്കുക. അല്ലെങ്കിൽ അവരുടെ ചെറിയ അവഗണന പോലും നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. ഭക്തരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗണനയും ലഭിക്കുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.